പറയണേ 4A ആണ് പറയാൻ പോകുന്നത്. 4A ഏതാണ്? ഓവർ ഹെഡിൻ്റെ ക്വസ്റ്റ്യനാണ്. അണ്ടർ അബ്സോർപ്ഷൻ ഓവർ അബ്സോർപ്ഷൻ്റെ ട്രീറ്റ്മെൻറ്റിലെ സപ്ലിമെൻ്ററി ഓവർ ഹെഡ് റേറ്റ് അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. നോക്കാം. ലോട്ടസ് ഇങ്ക് മാനുഫാക്ചർ ഫൗണ്ടെയിൻ പെൻ കോൾഡ് പ്ലൂട്ടോ. ഇൻ മാനുഫാക്ചറിങ് ഓഫ് പ്ലൂട്ടോ the overhead were recovered at predetermined rate എത്രയാണ്? 25 per man day. നമ്മളിപ്പോൾ തൊട്ട് മുൻപത്തെ ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഫാക്ടറി ഓവർഹെഡ് ആക്ച്വലി ഇൻകോഡ് 83 ലക്ഷം. നോട്ട് ചെയ്യില്ലേ? ഓർക്കണ്ട സ്റ്റെപ്പുകൾ. അണ്ടർ ഓവർ ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ. സ്റ്റെപ്പ് 1 എന്താ? കമ്പ്യൂട്ടേഷൻ ഓഫ് ഓവർ ഓർ അണ്ടർ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്. ഇവിടെ ഓവർ ഹെഡ് ആക്ച്വലി ഉള്ളത് 83 ലക്ഷം അല്ലേ? എത്ര മാൻഡേയ്സാണ് ഉള്ളത്? 2,97,200. അപ്പോൾ ആക്ച്വൽ എങ്ങനെ കാണാം? അബ്സോർബ്ഡ് എങ്ങനെ കാണാം? അടിക്ക് 2,97,200 ഇൻറ്റു 25 എത്ര വരും? പറയൂ. 74,30,000 അല്ലേ? അപ്പോൾ അണ്ടർ ആണോ ഓവറാണോ? ഓവറാണോ? അണ്ടർ അബ്സോർപ്ഷൻ അല്ലേ? 83 മറ്റേ 74 ഉള്ളൂ. എത്ര വരും ഡിഫറൻസ്? ചെയ്യില്ലട്ടാ അമീനെ, ചെയ്യില്ലട്ടാ. ഡിഫറൻസ് എത്ര വരും? 8,70,000. അപ്പോൾ സ്റ്റെപ്പ് 1ൻ്റെ ആൻസർ എത്രയാ? 8,70,000. സ്റ്റെപ്പ് 2 എന്ത് കാണില്ല? സ്റ്റെപ്പ് 2 ഈക്വലൻ്റ് യൂണിറ്റ് കണ്ടൂടെ? ഈക്വലൻ്റ് യൂണിറ്റ് കാണൂ. എത്രയാണ്? മാനുഫാക്ചർ ചെയ്തുള്ള എത്രയാണ്? 80,000. യൂണിറ്റ് സോൾഡ് എത്രയാ? പറയടാ. 60,000. ഇൻകംപ്ലീറ്റ് 60% കംപ്ലീറ്റ്. അപ്പോൾ 60,000ൻ്റെ 60% എത്ര വരും? 36,000. അപ്പോൾ ആഡ് ചെയ്യാം. 80,000 പ്ലസ് എത്രയാ? അല്ല ഇവിടെ തെറ്റിയുണ്ട്. യൂണിറ്റ് മാനുഫാക്ചർഡ് ആണ് 80,000. അതിൽ സോൾഡ് എത്രയാ? 60,000. അപ്പോൾ യൂണിറ്റ് ക്ലോസിങ് സ്റ്റോക്ക് എത്ര വരിക? 20,000. ഓക്കെ അല്ലേ? യെസ്. ഇനി സ്റ്റെപ്പ് ഏതാ നമ്മൾ പറയുന്നത്? 1 കഴിഞ്ഞു. സ്റ്റെപ്പ് ഏതാ? 2. എന്ത് കാണാണ് സ്റ്റെപ്പ് 2? ഈക്വലൻ്റ് യൂണിറ്റ്. ഈക്വലൻ്റ് യൂണിറ്റ് കാണുമ്പോൾ ആദ്യം സോൾഡ് എത്ര എടുക്കണം? 60,000. ഫിനിഷ്ഡ് എത്ര എടുക്കണം? എന്താ പറയാൻ? ഫിനിഷ്ഡ് എത്ര എടുക്കണം? 20,000. വർക്ക് ഇൻ പ്രോഗ്രസ് എത്ര എടുക്കണം? 36,000. ഒക്കെ കൂടെ ടോട്ടൽ ചെയ്താൽ എത്ര വരും? 1,16,000. സ്റ്റെപ്പ് 3 എന്താ? സപ്ലിമെൻ്ററി റേറ്റ് കാണാം. എങ്ങനെ സപ്ലിമെൻ്ററി റേറ്റ് കാണാം? സ്റ്റെപ്പ് 1 ഡിവൈഡഡ് ബൈ സ്റ്റെപ്പ് 2. അപ്പോൾ 8,00,000 എത്ര? 70,000 ഡിവൈഡഡ് ബൈ 1,16,000 എത്ര വരും? 7.5. ഓക്കെ അല്ലേ? വിറ്റുണ്ട്. എന്താ വിറ്റ്? അടിയിൽ വേറെ പോയിന്റ് പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? എന്താ? ഓൺ അനാലിസിസ് ദ റീസൺ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് 40% ഓഫ് അൺഅബ്സോർബ്ഡ് ഓവർ ഹെഡ് വേർ ഡ്യൂ ടു ഡിഫക്റ്റീവ് പ്ലാനിങ്. റെസ്റ്റ് വേർ അട്രിബ്യൂട്ടബിൾ ടു ഇൻക്രീസ് ഓവർ ഹെഡ്. ഓക്കെ അല്ലേ? രസം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ചൂടാക്കിയപ്പോൾ അവിടെ വരണുണ്ടല്ലേ? വെള്ളമില്ല. ഇവിടെ വെള്ളമുണ്ട്, പക്ഷെ കറണ്ട് ഇല്ല. അല്ല, നിങ്ങളൊക്കെ എവിടെ പോയിരുന്നു? അത് ശ്രദ്ധിച്ചോ ഡാ? അപ്പൊ ശരിക്കും 8,70,000 ഇല്ലേ അണ്ടർ അബ്സോർപ്ഷൻ? അതിൻ്റെ 40% എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? കോസ്റ്റിംഗ് ചെയ്യണ്ടേ? ക്ലിയർ? പക്ഷെ രസം എന്താണെന്ന് വെച്ചാൽ ഇവർ ആൻസർ കീയിൽ ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടില്ല. ഓക്കെ അല്ലേ? 4Aയുടെ ആൻസർ കീയിൽ 1 മിനിറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. 4Aയുടെ ആൻസർ കീയിൽ അതങ്ങനെ ചെയ്തിട്ടില്ല. ഇവർ മൊത്തം 8,70,000 എന്തായിട്ട് എടുത്തു? നിങ്ങൾ സഹകരിക്കണം. കറണ്ടൊക്കെ ഇല്ല, ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾക്കൊന്ന് സഹകരിക്കാം. ഇത് പുതിയ സാധനമല്ലല്ലോ, കുറേ കണ്ടതല്ലേ? അപ്പോൾ എത്ര വരും? വെള്ളം വേണം?
ഇങ്ങനെ പോയി. അപ്പം നമ്മളിപ്പോൾ എങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇതുപോലെ തന്നെ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, 60% അല്ല P&Lലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലം സ്റ്റഡി മെറ്റീരിയൽ പോലെ എന്ത് ചെയ്യണം, ആൻസർ കീയിലുള്ള പോലെ ചെയ്യുന്നു. മനസ്സിലായ നിങ്ങൾക്ക്? 870ൻ്റെ 40% എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? P&L. ബാക്കി വരുന്ന 60% നിങ്ങൾ സപ്ലിമെൻ്ററി ഓവർ ഹെഡ് റേറ്റ് കാണാൻ വേണ്ടി എടുക്കുള്ളൂ പറയാം. ഓക്കെ, യെസ്. അപ്പോൾ അത് ഇഗ്നോർ ചെയ്തിട്ടുണ്ട്. ക്ലിയർ? വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് ചെയ്യാതിരിക്കും. ഇപ്പോൾ തൽക്കാലം ഞാൻ ഇതിലുള്ള പോലെ ഇഗ്നോർ ചെയ്ത് ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. അപ്പോൾ എങ്ങനെ 7.5 കിട്ടിയില്ലേ? ഇനി ക്വസ്റ്റ്യൻ എന്താ ആവശ്യപ്പെട്ടുള്ളത്? യു ആസ് എ ക്വാളിഫൈഡ് കോസ്റ്റ് അക്കൗണ്ടന്റ് ആസ്ക് ടു സജസ്റ്റ് ഹൗ ഡു യു അൺഅബ്സോർബ്ഡ് ഓവർ ഹെഡ് ബി ട്രീറ്റഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഉണ്ട്. ഏതാ സ്റ്റെപ്പ്? പറയും. ലാസ്റ്റ് സ്റ്റെപ്പ് 1 2 3 പിന്നെതാ 4. എന്താ? ചാർജിങ് സപ്ലിമെൻ്ററി റേറ്റ് അല്ലേ? ഏതിൻ്റെ മുകളിലൊക്കെ ചാർജ് ചെയ്യണം? ഒന്നേതാണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. എത്ര കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഉള്ളത്? സെയിൽ ചെയ്ത യൂണിറ്റ് 60,000. 7.5 എത്ര വരും? 4,50,000. അടുത്തേതാണ്? ഫിനിഷ്ഡ് ഗുഡ്സ് എത്ര ഉള്ളത്? 20,000 ഇൻറ്റു എത്ര ഉള്ളത്? 7.5 എത്ര വരും? 1,50,000. അടുത്തേതാണ്? വർക്ക് ഇൻ പ്രോഗ്രസ് എത്ര ഉള്ളത്? 36,000 ഇൻറ്റു എത്ര വരും? ഓക്കെ അല്ലേ? എങ്ങനെ ട്രീറ്റ് ചെയ്യുമെന്ന് മാത്രമല്ല പറഞ്ഞു. ഇനി ഒരു എൻട്രി കൂടെ എഴുതാം അല്ലേ? സ്റ്റെപ്പ് ഏതാ? 5 അണ്ടർ അബ്സോർപ്ഷൻ അല്ലേ? അപ്പം നിങ്ങളങ്ങനെ ആലോചിച്ച് നോക്ക്. ഫാക്ടറി ഓവർ ഹെഡിൽ ഡെബിറ്റ് ആണോ കൂടുതൽ, ക്രെഡിറ്റ് ആണോ കൂടുതൽ? ഡെബിറ്റിലുള്ള എത്ര എഴുതാം അവിടെ? 83 ലക്ഷം. ക്രെഡിറ്റിൽ എത്ര എഴുതാ? 73. അപ്പോൾ കുറവുള്ളത് എവിടെയാ? ക്രെഡിറ്റിൽ. ഓക്കെ അല്ലേ? അപ്പോൾ എന്താ എൻട്രി വരിക? സ്റ്റെപ്പ് ഏതാണ്? 5. എന്താ എൻട്രി വരിക? പറയും. ജേണൽ എൻട്രി എന്താ വരിക? കോസ്റ്റ് ഓഫ് പറയും ഗുഡ്സ് സോൾഡ് അക്കൗണ്ട് ഡെപ്റ്റർ, പിന്നെ ഫിനിഷ്ഡ് ഗുഡ്സ് അക്കൗണ്ട് ഡെപ്റ്റർ, പിന്നെ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാ? ഫാക്ടറി ഓവർ ഹെഡ് ലെഡ്ജർ കൺട്രോൾ പറഞ്ഞ് എൻട്രി എഴുതിയാൽ അവസാനിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ കഴിഞ്ഞു. അടുത്ത ഏതാണ്? 4B. അതെ, ആക്റ്റീവ് ആണേ. 4B എടുത്താ? സിമ്പിൾ സാധനമാണ്. റീകൺസിലിയേഷനാണ്. പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാം. പെട്ടെന്ന് നോക്കൂ. ഫോളോയിങ് ഇൻഫർമേഷൻ അവൈലബിൾ. ഏത് പ്രകാരമുള്ള ഇൻഫർമേഷൻ അവൈലബിൾ ഉള്ളത്? പറയും. ഫിനാൻഷ്യൽ ബുക്സ്. ഓക്കെ അല്ലേ? സെയിൽസ് എത്ര ഉണ്ട്? 10 ലക്ഷം. എത്ര യൂണിറ്റാണ് സെയിൽ ചെയ്യുന്നത്? നോർമൽ പ്രൊഡക്ഷൻ യൂണിറ്റ് മുകളിൽ തന്നിട്ട് എത്രയാ? 60,000. ദർ വാസ് നോ ഓപ്പണിംഗ് ക്ലോസിംഗ് ഫിനിഷ്ഡ് സ്റ്റോക്ക്. ആയിക്കോട്ടെ. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ് 5 ലക്ഷം 2,50,000 റെസ്പെക്റ്റീവ്ലി. ആക്ച്വൽ ഫാക്ടറി ഓർഡർ 1,50,000 ഓഫ് വിച്ച് അതിൽ 60% ഏതാ? ഫിക്സഡാണ്. അപ്പോൾ 40% എന്തായിരിക്കും? വാരിയബിൾ. ആക്ച്വൽ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് 45,000 വിച്ച് ആർ കംപ്ലീറ്റ്ലി ഫിക്സഡ്. ആക്ച്വൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് 30,000 ഓഫ് വിച്ച് 40% ആർ ഫിക്സഡ്. ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് റിസീവ്ഡ് എത്രയാണ്? 15,000. ആദ്യം പറയുന്നത് എന്താണ്? ഫിനാൻഷ്യൽ പ്രകാരം പ്രോഫിറ്റ് കാണണം. ഓക്കെ അല്ലേ? ഫസ്റ്റ് പരിപാടി എന്താണ്? ഫിനാൻഷ്യൽ പ്രകാരം പ്രോഫിറ്റ് കാണണം. അപ്പോൾ ഏത് വരച്ചാൽ മതി? ഒരു P&L അക്കൗണ്ട് വരച്ചാൽ മതി. ഓക്കെ അല്ലേ? 4B. 4Bയുടെ ആൻസർ കിലോ ഉണ്ടെങ്കിൽ പിന്നെ അത് നോക്കിയിട്ട് പറഞ്ഞാൽ പോരെ. ഇല്ല, വരയ്ക്കണം. ശ്രദ്ധിക്കുക. ചെറുതായിട്ടൊന്ന് വരച്ചേ, പെട്ടെന്ന് വരച്ചേ. അവിടെ തന്നെ ചെയ്താൽ മതി. വൃത്തിയിൽ പിന്നെ ചെയ്താൽ മതി. ഒരു P&L അക്കൗണ്ട് വരയ്ക്കുക.
എടാ P&L കൊണ്ട് വരച്ചടാ പെട്ടെന്ന്. നമ്പർ 1 എന്ത് കാണാൻ പറഞ്ഞിട്ടുണ്ട്? പ്രോഫിറ്റ് ആസ് പെർ ഫിനാൻഷ്യൽ ബുക്ക്. വേം പറയും. സെയിൽസ് ബൈ സെയിൽസ് എത്ര വരും? 10 ലക്ഷം. 2 വേം പറയും. ഡയറക്റ്റ് മെറ്റീരിയൽ 5 lakh. 2 ഡയറക്റ്റ് ലേബർ നിങ്ങൾ ചെയ്യുന്നില്ലേ? 2,50,000. 2 അടുത്ത് ഫാക്ടറി ഓവർ ഹെഡ് എത്രയാ? 1,50,000. ഫിക്സ്ഡ് വേരിയബിൾ ഒന്നും ഇപ്പോൾ മെയിൻ ചെയ്യണ്ട. അടുത്ത് അഡ്മിനിസ്ട്രേഷൻ 45,000. അടുത്ത് സെല്ലിംഗ് എക്സ്പെൻസ് 30,000. ഇൻട്രസ്റ്റ് അല്ലേ? ഇവിടെ എടുക്കൂലേ? ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻ റിസീവ്ഡ് ആണ്. അപ്പോൾ ഇവിടെ അല്ല, ക്രെഡിറ്റിൽ. ബൈ ഏതാണ്? ഇൻട്രസ്റ്റ് റിസീവ്ഡ് എത്രയാ? 15,000. കഴിഞ്ഞില്ലേ? വേറെ ഒന്നുമില്ലല്ലോ. നെറ്റ് പ്രോഫിറ്റ് എത്ര വരും നോക്കൂ. എന്നിട്ട് ആൻസർ കീയിൽ 40,000. കറക്റ്റ്. ഓക്കെ, ഇനി ഏതുണ്ടാക്കണം? കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കണം. നമ്പർ ഏതാണ്? 2. ഇവിടെ ഞാൻ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, കോസ്റ്റ് ഷീറ്റ് പറയും. കോസ്റ്റ് ഷീറ്റിൽ ഏതാണ് പറഞ്ഞു? കാൽക്കുലേറ്റർ എടുത്ത് ചെയ്തോളൂ. ഡയറക്റ്റ് മെറ്റീരിയൽ 5 ലക്ഷം, ഡയറക്റ്റ് ലേബർ 2,50,000. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടും? 7,50,000. ഫാക്ടറി ഓവർഹെഡ് ഓക്കെ അല്ലേ? എങ്ങനെയാണ് ഫാക്ടറി ഓവർഹെഡ് പറയുന്നത്? 1,00,000. ഇത് ടെക്സ്റ്റ് സ്റ്റഡി മെറ്റീരിയൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻ 1-2 തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പം ടോട്ടലി കാണുമ്പോൾ എളുപ്പമുണ്ട്, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഓക്കെ, ഐ വിൽ എക്സ്പ്ലെയിൻ ദാറ്റ്. ഫാക്ടറി ഓവർഹെഡ് ഇല്ലേ? ഫാക്ടറി ഓവർഹെഡിൻ്റെ എമൗണ്ട് എത്രയുള്ളത്? ക്വസ്റ്റ്യൻ 1,00,000 എത്ര? 50,000. അതിൻ്റെ 60% എന്താണ്? ഫിക്സ്ഡാണ്. അപ്പോൾ എത്ര വരിക? 60% കണ്ട 90,000. ഓക്കെ അല്ലേ? വാരിയബിൾ എത്ര വരിക? എന്നിട്ട് മുകളിലൊരു പോയിന്റ് ഉണ്ട്, നോട്ട് ചെയ്യാം. നോർമൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി പറഞ്ഞ എത്രയാണ്? 60,000. അപ്പോൾ ഈ അബ്സോർപ്ഷൻ എന്നുള്ള കോൺസെപ്റ്റ് ഇല്ലേ? 1 മിനിറ്റ് ഞാനത് ചെയ്ത് ഇതാക്കാം. നമ്പർ 2 ഏതാണ് പറഞ്ഞുള്ളത്? നമ്പർ 2 അല്ലേ? പ്രിപ്പയർ കോസ്റ്റ് ഷീറ്റ്. ഇതാ അതിലൊരു പോയിന്റ് ഉണ്ട്, ഒന്ന് വായിച്ചേ. പ്രിപ്പയർ എ കോസ്റ്റ് ഷീറ്റ്, അസർട്ടൈൻ ദ പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് റെക്കോർഡ്സ്. എന്നിട്ട് എന്താ? അസ്യൂമിങ്. വേണ്ട, അതാണ് ഇവിടുത്തെ മെയിൻ ട്വിസ്റ്റ്. സ്റ്റാർ ഇട്ട് വെച്ചാളെ. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആർ അബ്സോർബ്ഡ് ഓൺ ദി ബേസ് ഓഫ് നോർമൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി. ഓക്കെ അല്ലേ? നോർമൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിലാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ത് ചെയ്യുക? ഓക്കെ, അബ്സോർബ് ചെയ്യുക. അപ്പോൾ അതൊന്ന് മൈൻഡിലുണ്ടാവട്ടെ. ഇനി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കോസ്റ്റ് ഷീറ്റ് വരയ്ക്കുന്നു. ഞാൻ പറയും ഏതാ? ഫസ്റ്റ് വൺ ഏതാ? ഡയറക്റ്റ് മെറ്റീരിയൽ പറയും 5 lakh. ഡയറക്റ്റ് ലേബർ 2,50,000. പ്രൈം കോസ്റ്റ് എത്ര വരും? 7,50,000. ആഡ് ഏതാണ്? ഫാക്ടറി ഓവർഹെഡ്. അതിൽ 2 ഉണ്ട്. വാരിയബിൾ കോസ്റ്റ് ഉണ്ട്, പിന്നെ ഏതുണ്ട്? ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്. വാരിയബിൾ കോസ്റ്റ് എങ്ങനെ കാണാം പറയും? എമൗണ്ട് എത്രയായിരുന്നു? 1,50,000-ൻ്റെ 40%. അപ്പോൾ എത്ര വരും? 60,000. ആ അത് മാറുമോ? മാറില്ലല്ലോ. ഡൗട്ട് ഉണ്ടോ? കാരണം നമ്മൾ P&L എത്ര യൂണിറ്റാണ് സെയിൽ ചെയ്യാൻ എടുത്തുള്ളത്? 50,000. ഇവിടെയും യൂണിറ്റ് എത്രയാണ്? 50,000. ഇപ്പോൾ യൂണിറ്റ് മാറിയാലല്ലേ ഏത് മാറുള്ളൂ? യൂണിറ്റ് മാറിയാലല്ലേ ആ കോസ്റ്റ് മാറുള്ളൂ അല്ലേ? ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. എത്രയാണ് ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ എമൗണ്ട് വരിക? 1,50,000-ൻ്റെ എത്രയാണ്? 60%. അപ്പോൾ എത്ര വരും? 90,000. എന്നിട്ട് അവരൊരു പോയിന്റ് പറയുന്നുണ്ട്. ഈ അബ്സോർപ്ഷൻ റേറ്റിൻ്റെ പോയിന്റ് ഇല്ലേ മുകളിൽ പറഞ്ഞ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആർ അബ്സോർബ്ഡ് ഓൺ ദി ബേസ് ഓഫ് ഏതാണ്? നോർമൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഈ 90,000 എത്ര യൂണിറ്റിനുള്ളതാ? 60,000. കുട്ടികളുടെ എക്സാമ്പിൾ എടുക്കാം. ഫാക്ടറിയിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫിക്സഡ് കോസ്റ്റ് റെൻറ്റ് 90,000.
എത്ര കുട്ടികളാണ് അവിടെ വരിക എന്ന് പ്രതീക്ഷിക്കുന്നത്? എത്ര കുട്ടികൾ വരുമെന്നാ പ്രതീക്ഷ? എടാ കുട്ടികളെ എക്സ്പെക്ട് ചെയ്യുന്ന കുട്ടികൾ എത്രയാ? 60,000. അതല്ലേ നോർമൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ. പക്ഷെ ആക്ച്വലി എത്ര കുട്ടികളെ അഡ്മിഷൻ എടുത്ത്? അപ്പൊ ഒരു കുട്ടിയെ നമ്മൾ അബ്സോർബ് ചെയ്യുന്ന റേറ്റ് എത്രയാണ്? ഒരു കുട്ടിയിൽ നിന്ന് എത്ര അബ്സോർബ് ചെയ്യാം? 90,000 അല്ലേ? ഡിവൈഡഡ് ബൈ 60,000. ഒരു കുട്ടിയിൽ നിന്ന് എത്ര അബ്സോർബ് ചെയ്യാൻ പറയും? 90,000 ഡിവൈഡ് ബൈ 60,000 എത്ര വരും? 1.5. അങ്ങനെ എത്ര കുട്ടികൾ അവിടെ അഡ്മിഷൻ എടുത്ത്? 50,000. ഓക്കെ അല്ലേ? ക്ലിയർ? അപ്പൊ നിങ്ങൾ ചോദിക്കോ ഫിക്സഡ് കോസ്റ്റ് അല്ലേ സാർ? ഫിക്സഡ് കോസ്റ്റ് എന്ത് ചെയ്യും? യൂണിറ്റിനനുസരിച്ച് മാറില്ലല്ലോ. ഇവിടെ ഇനി യൂണിറ്റിനനുസരിച്ച് മാറിയതല്ല. ഓക്കെ അല്ലേ? ഇവിടെ നമ്മൾ അബ്സോർബ് ചെയ്താണ്. അപ്പോൾ ഓൾറെഡി ഒരു പ്രീ ഡിറ്റർമിൻഡ് ഓവർ ഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് കണ്ടെത്തും. എങ്ങനെ കണ്ടെത്തുക? ഇക്വേഷൻ ഉണ്ടല്ലോ. എടാ ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് ഏതാണ്? യൂണിറ്റ്. ഇവിടുത്തെ ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർ ഹെഡ് എത്രയാ? 90,000. ബഡ്ജറ്റഡ് യൂണിറ്റ് എത്രയാ? 60,000. അപ്പോൾ ഒരു കുട്ടിയിൽ നിന്ന് എത്ര രൂപ വെച്ചിട്ടാണ് നമ്മൾ ഓവർ ഹെഡ് അബ്സോർബ് ചെയ്യുക? ₹1.50. ഇവിടെ എത്ര കുട്ടികളെ അഡ്മിഷൻ എടുത്ത്? 50,000. അപ്പോൾ അബ്സോർബ് ചെയ്യുന്നത് ഏതിനാണ്? ഓക്കെ അല്ലേ? ഇതൊക്കെ പ്രശ്നമാക്കാനുള്ള കാരണം എന്താണ്? നോർമലി നമ്മൾ ക്വസ്റ്റ്യനിൽ കാണാത്തൊരു ഐറ്റം ഇവിടെ വന്നിട്ടുണ്ട്. ഏതാ? 60,000 എന്ത് വരും? നോർമൽ കപ്പാസിറ്റി ആയിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്നും മെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ആസ് യൂഷ്വൽ എന്ത് ചെയ്താൽ മതി? നീങ്ങിയാൽ മതി. ഓക്കെ, യെസ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യാം. ഇതേ പാറ്റേൺ എല്ലായിടത്തും ഉണ്ടാവും. അപ്പോൾ ആഡ് ചെയ്ത് എത്ര വരും? 7,50,000 പ്ലസ് എത്ര അടിക്കും? 60,000 പ്ലസ് 75,000. 8,85,000 അല്ലേ? 8,85,000. ആഡ് ഏതാ പറയും? അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് എന്താ പറയുന്നത്? 45,000. കംപ്ലീറ്റ്ലി എന്താണ്? ഫിക്സഡാ. എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ? എങ്ങനെ? ഫിക്സഡ് വന്നാൽ 45,000 ഡിവൈഡ് ബൈ നോർമൽ കപ്പാസിറ്റി 60,000 ഇൻറ്റു എത്രയാ? ഓക്കെ അല്ലേ? എത്ര വരും? 37,500. നിങ്ങളേ കുട്ടികൾക്ക് ഡൗട്ട് വരെ എപ്പോഴാണ് അറിയോ? 60,000 യൂണിറ്റിനാണ് എത്ര? 45,000. അപ്പോൾ 50,000 യൂണിറ്റിന്. അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൽ കാണിക്കൂലേ? ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൽ നിങ്ങൾ ചോദിക്കും സാറേ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എടുക്കുമ്പോൾ നമ്മൾ 60,000 യൂണിറ്റ് ആണെങ്കിലും 50,000 യൂണിറ്റ് ആണെങ്കിലും നമ്മൾ എത്ര എടുക്കാറ്? ഒരേ എമൗണ്ടിൽ എടുക്കാറ്. പക്ഷെ അതേ സാർ തന്നെ ഇവിടെ പറയുന്നു, ഇവിടെ എന്താണ് 60 ഉള്ളപ്പോൾ അതിൻ്റെ പ്രപ്പോർഷനേറ്റ്ലി അല്ല 50 പ്രപ്പോർഷനേറ്റ്ലി മാറുന്നത്. ഓക്കെ അല്ലേ? സിറ്റുവേഷൻ വേറെയാണ്. ഇത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എത്ര തന്നെ ഉള്ളൂ? 50,000 തന്നെ ഉള്ളൂ. പക്ഷെ നമ്മുടെ നോർമൽ കപ്പാസിറ്റി എത്രയാണ്? 60,000 ആണ്. ഓക്കെ അല്ലേ? ദെൻ എത്ര വരും? ആഡ് ചെയ്താ 8,85,000 പ്ലസ് 37,500 9,22,500. ഇനി എന്താ ആഡ് ചെയ്യണം? സെല്ലിങ് ആൻഡ് 37,500 അല്ലേ? 8,00,000. സെല്ലിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഈ കിട്ടിയതിൻ്റെ പേരെന്താ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഫിനിഷ്ഡ് ഗുഡ്സ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യല്ല. സെല്ലിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനിൽ എങ്ങനെയാ പോയിന്റ്? 30,000. അപ്പോൾ ഇതുപോലെ ചെയ്യണ്ടേ? അതിൽ വാരിയബിൾ കോസ്റ്റ് എടുക്കണം. എത്ര എടുക്കേണ്ടത്? 30,000ൻ്റെ എത്ര ശതമാനം? 60%. എത്ര വരും? 10. അതിൽ മാറ്റമൊന്നുമില്ല. ഔട്ടർ കോളത്തിൽ എഴുതും. ഇനി ഫിക്സ്ഡ് കോസ്റ്റ് ചെയ്യുമ്പോൾ 30,000ൻ്റെ എത്ര എടുക്കാം? 40% എടുക്കാം. എത്ര വരും? 12,000 ഡിവൈഡഡ് ബൈ 60,000 ഇൻറ്റു എത്ര? 50,000. 10,000. അപ്പോൾ ഒന്ന് ടോട്ടൽ ചെയ്ത് തന്നെ 9,22,500 പ്ലസ് 18,000 പ്ലസ് 10,000 9,50,000. ഇതാണ് ടോട്ടൽ കോസ്റ്റ്. ആഡ് ഏതാണ്? പ്രോഫിറ്റ്. അപ്പോൾ എന്ത് കിട്ടും? സെയിൽസ് കോസ്റ്റിൽ തന്നില്ലേ? ഉണ്ട് എത്ര? 10,00,000. ഓക്കെ അല്ലേ? അപ്പോൾ ഡിഫറൻസ് കണ്ട പ്രോഫിറ്റ് 49. അപ്പോൾ പ്രോഫിറ്റ് ആസ് പെർ ഏത് കിട്ടി? കോസ്റ്റിംഗ് പ്രകാരം 49,500 പിന്നെ ഏത്
ഫിനാൻഷ്യൽ പ്രകാരം എത്രയാണ്? 40,000. ഇനി റീകൺസിലിയേഷൻ്റെ കാര്യം നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് നിങ്ങൾ ഹാൻഡിൽ ചെയ്യണം. റീകൺസിലിയേഷൻ ഓക്കെ, റീകൺസിലിയേഷൻ്റെ കാര്യം ഇവിടെ കറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിലുള്ളത് ഞാൻ ഇവിടുത്തെ ആൻസർ കീയിലുള്ളത് വെച്ച് പറഞ്ഞുതരാം. സ്റ്റാർട്ടിങ്ങിലുള്ളത് ഏതാണ്? പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് റെക്കോർഡ്സ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് മാറ്റം ഉണ്ടാക്കുന്നത്? ഇൻട്രസ്റ്റ് ഇല്ലേ, ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ, അതെവിടെ കൂട്ടിയിട്ടുണ്ട്? ഫിനാൻഷ്യൽ കൂട്ടിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? കൂട്ടണം. ഇതിനടുത്ത് ഫാക്ടറി ഓവർഹെഡിൻ്റെ എന്തുണ്ട്? അതുപോലെ അഡ്മിനിസ്ട്രേഷൻ സെല്ലിങ്ങിൻ്റെ ഒക്കെ ഏത് വരുന്നുണ്ട്? അണ്ടർ ആണോ ഓവറാണോ നോക്കണം. ഓക്കെ അല്ലേ? നോക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആഡും ലെസ്സും ചെയ്യണം. ദാറ്റ്സ് ഓൾ. ഇനി അതിലില്ലല്ലോ 4A യും 4B യും കഴിഞ്ഞില്ല.